രാജ്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് ധൈര്യമായി മോദിയുടെ മുഖത്ത് നോക്കി പറയാനും അത് രാജ്യത്ത് തന്നെ ഒരു വലിയ ശബ്ദമായി ഉയർത്താനും ഒരു പ്രസിദ്ധ മുദ്രാവാക്യമായി വരുത്താനും അദ്ദേഹത്തിന് സാധിച്ചു. 2014 ഇപ്പോൾ ഇവിടെ പരാമർശിച്ച പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അത്ര ഉശിറിലോ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെയോ പ്രതിപക്ഷ മുന്നണിയുടെ വക്താവിൻ്റെയോ ഫോമിൽ ഉയർന്നിരുന്നില്ല. ആ നിലവാരത്തിലല്ല അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളുണ്ടായിരുന്നത്. 4-5 വർഷം കഴിഞ്ഞ് 2019 വന്നപ്പോൾ ഞാൻ ഇന്ത്യയുടെ ചൗക്കീദാറാണ്, കാവൽക്കാരനാണ് എന്ന് പ്രധാനമന്ത്രി അഹങ്കരിക്കുന്ന സമയം വന്നപ്പോൾ നല്ല ഫോമിലേക്ക് ഈ രാജ്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി വരികയും ചൗക്കീദാർ ചോർ ഹേ എന്നൊരു പ്രസിദ്ധമായ മുദ്രാവാക്യം ഈ രാജ്യത്ത് ഉയർത്തുകയും ചെയ്തു. രാജ്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് ധൈര്യമായി മോദിയുടെ മുഖത്ത് നോക്കി പറയാനും അത് രാജ്യത്ത് തന്നെ ഒരു വലിയ ശബ്ദമായി ഉയർത്താനും ഒരു പ്രസിദ്ധ മുദ്രാവാക്യമായി വരുത്താനും അദ്ദേഹത്തിന് സാധിച്ചു. അതിൻ്റെ ഒക്കെ അലയൊലിയാണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അത്യാവശ്യം സീറ്റുകൾ ലഭിച്ചതും. മാത്രമല്ല, അതിന് മുൻപത്തെ ഭരണകാലത്ത് തീർത്തും ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതിരുന്ന BJP സർക്കാരിൻ്റെ ബദലിൽ രാജ്യത്തിന് ഒരു പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വന്നതും ഇതിൻ്റെ ശേഷമാണ്. ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ അദ്ദേഹം ഇപ്പോഴും നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഫോമിലേക്ക് മറ്റു കക്ഷികൾ ഉയരണമെന്നില്ല. കാരണം മറ്റു കക്ഷികളൊക്കെ അധികവും പ്രാദേശിക കക്ഷികളാണ്. പ്രാദേശിക കക്ഷികൾ അവരവരുടെ നേട്ടത്തിനനുസരിച്ച് കൊണ്ടുള്ള കളികളാണ് കളിക്കുക, മുദ്രാവാക്യങ്ങളാണ് ഉയർത്തുക.